രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതി നമ്മളേറെ ചർച്ച ചെയ്തതാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് രാഹുലിൻ്റെ ലൈംഗിക വൈകൃതം മൂലം തകർക്കപ്പെട്ടത്. അവൾ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച വേദന, കണ്ണീര്, ഇതൊക്കെ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്തതാണ്. അതോടൊപ്പം തകർക്കപ്പെട്ടൊരു കുടുംബജീവിതം കൂടിയുണ്ട്. ആ അതിജീവിതയുടെ ഭർത്താവിൻ്റെ അവസ്ഥ കൂടി നമ്മളേറെ പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് കൂടി രംഗത്തെത്തിയിരിക്കുന്നു. രാഹുൽ തൻ്റെ കുടുംബജീവിതം തകർത്തെന്നും കേസെടുക്കണമെന്നും മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നു. താനും ഭാര്യയും തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം അവസരമാക്കി യുവതിയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു രാഹുൽ. അവളുടെ ഉദരത്തിൽ തൻ്റെ കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ചതും പിന്നീട് നിർബന്ധിത ഗർഭചിത്രം നടത്തിയതും രാഹുലാണ്. രാഹുലിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ താനാണെന്ന് പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, രാഹുൽ മാങ്കൂട്ടലിനെ സംബന്ധിച്ച് ഈ ലൈംഗിക പീഡന പരാതിയിൽ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിട്ടുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് രാഹുൽ മാങ്കൂട്ടലിന് കരുതാം. പക്ഷേ അവിടെ തകർക്കപ്പെട്ടൊരു ജീവിതമുണ്ട്, ഒരു കുടുംബജീവിതമുണ്ട്. അതിജീവിതയുടെ കുടുംബജീവിതം, അവിടെ അപമാനിക്കപ്പെട്ട അവരുടെ ഭർത്താവ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ആ യുവാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്? ആ കേസിൽ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഹൈക്കോടതി ഈ കേസ് വരുന്ന 7-ാം തീയതിയാണ് പരിഗണിക്കാനിരിക്കുന്നത്. ഹൈക്കോടതിയിൽ 7-ാം തീയതി ഈ കേസ് വരുമ്പോൾ അതിൽ വിശദമായ വാദം നടക്കും. ആ വാദമുഖങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുകൂലമായ ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ, അതായത് മുൻകൂർ ജാമ്യം കോടതി നൽകുമോ, ഹൈക്കോടതി നൽകുമോ, ഇതാണ് ഇനി അറിയാനുള്ളത്. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി നൽകിയ ഇരയുടെ ഭർത്താവ് BNS സെക്ഷൻ 84 അനുസരിച്ച് രാഹുലിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ പരാതിയിലുള്ളത്. അതിൽ എടുത്തു പറയുന്ന കാര്യം, തങ്ങളുടെ കുടുംബജീവിതം തകരാൻ കാരണമായത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നാണ് ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. അതായത് തങ്ങളുടെ ഗാർഹിക പ്രശ്നങ്ങൾ, അതായത് തങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനെന്ന രൂപത്തിലാണ് രാഹുൽ യുവതിയുമായി അടുക്കുന്നത്. അങ്ങനെ അടുത്തതിന് ശേഷം അവരെ വശീകരിക്കുകയായിരുന്നു. തൻ്റെ അസാന്നിധ്യത്തിൽ തിരുവനന്തപുരത്തുള്ള തൻ്റെ അവരൊരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് രാഹുൽ തൻ്റെ അസാന്നിധ്യത്തിൽ എത്തി അങ്ങനെ യുവതിയെ ശാരീരികമായി ദുരുപയോഗം ചെയ്തു എന്നൊക്കെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, MLA എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. മധ്യസ്ഥനായാണ് രാഹുൽ ഈ വിഷയത്തിൽ തങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നത്തിൽ ഇടപെട്ടതെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ഫോണിൽ വിളിച്ച് മധ്യസ്ഥ ചർച്ച നടത്തേണ്ടിയിരുന്നില്ലേ? അങ്ങനെ ഒരു ഫോൺ കോൾ പോലും തനിക്ക് വന്നിട്ടില്ല എന്നുകൂടി ഈ പരാതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തൻ്റെ ഭാര്യയിൽ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ശാഠ്യം പിടിക്കുകയും അങ്ങനെ യുവതി ഗർഭം ധരിച്ചതിന് ശേഷം ആ ഗർഭത്തിന്റെ ഉത്തരവാദി അല്ലെങ്കിൽ പിതൃത്വം തന്റെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കം നടന്നുവെന്നൊക്കെ ഈ പരാതിയിൽ പറയുന്നു. അതോടൊപ്പം ഗർഭചിത്രത്തിന് ഗുളികകൾ എത്തിച്ചു നൽകി, അതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ഈ പരാതിയിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. അതായത് രാഹുലിൻ്റെ അഭിഭാഷകൻ ആദ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടത്തിയ വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ പരാതിയിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കൃത്യമായ ന്യായവുമായി പലപ്പോഴും മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നത് രാഹുൽ ഈശ്വറായിരുന്നു. രാഹുൽ ഈശ്വർ ആദ്യഘട്ടം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ യുവതി 2 പേരെ ചതിച്ചു, അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അവർ ആദ്യം വിവാഹം കഴിച്ച ഭർത്താവിനെയുമാണ്. അയാളുമായി താൻ പലതവണ സംസാരിച്ചിട്ടുണ്ട്, പരിമിതികൾ കാരണം അയാളുടെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെയായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ മാറി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങളുമായി ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ യുവാവ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുമ്പോൾ അതിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, കുടുംബമായി അപമാനിക്കുന്ന തരത്തിൽ, പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിട്ടു.
ഇരയുടെയും തൻ്റെയും ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ബോധപൂർവമായ നീക്കം നടത്തി. അതിൽ രാഹുൽ ഒപ്പമുണ്ടായിരുന്നവർ ബോധപൂർവമായാണ് അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ തങ്ങളുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചത് എന്നുകൂടി ഈ പരാതിയിൽ പരാമർശമുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയ മാനഹാനി കാരണമാണ് ഇത്രയും നാൾ ഒന്നും മിണ്ടാതെ മൗനമായിരുന്നത്. പക്ഷേ ഇനി ഈ പരാതി, ഈ യുവതിയുടെ ഭർത്താവിന്റെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുമോ, അതോ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ, വിധി പറയാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പഴുതാകുമോ? കാരണം ഇതിൽ അതിജീവിത നേരത്തെ കോടതിയിൽ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം ഇതായിരുന്നു. കാരണം സൈബറിടത്ത് ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത്, അവരെ അധിക്ഷേപിക്കാനുള്ള മറ്റൊരു കാരണമായത് ചൂണ്ടിക്കാണിച്ചിരുന്നത്, അതായത് രാഹുൽ ഈശ്വർ ഉൾപ്പെടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറഞ്ഞത്, ആ പെൺകുട്ടി അവരുടെ ഭർത്താവിനെ ചതിച്ചു എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ ഉൾപ്പെടെ ഉന്നയിച്ച വാദം ഇതായിരുന്നു. അതായത് ഭർത്താവുമായുള്ള ബന്ധത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി, അത് വേർപിരിഞ്ഞ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്തതെന്നാണ്. പക്ഷേ ഇവിടെ ആ യുവാവിൻ്റെ പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, താനും ഭാര്യയും തമ്മിലുള്ള ഒരു സൗന്ദര്യ പിണക്കം അവസരമാക്കി യുവതിയുമായി ബന്ധം സ്ഥാപിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിച്ചുവെന്ന്. സ്വാഭാവികമായും ഇത് ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെടുമ്പോൾ ഇവിടെ ഈ അതിജീവിത, അതായത് ആ യുവതി വിവാഹിതയാണ്, മറ്റൊരു പുരുഷനുമായി ഒന്നിച്ച് ജീവിക്കുമ്പോഴാണ്, അതായത് ഒരു ജീവിത പങ്കാളി ഉള്ളപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ബന്ധത്തിലേക്ക്, ഒരു സൗഹൃദത്തിലേക്ക് നീങ്ങിയത്. സ്വാഭാവികം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേസ് അത് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? അതിൽ കോടതി ഏത് തരത്തിലായിരിക്കും ആ കേസിന്റെ വാദമുഖങ്ങളെ നോക്കിക്കാണുക എന്നതിനനുസരിച്ചായിരിക്കും ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ളൊരു ഉത്തരം ആകുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രോസിക്യൂഷൻ ഒരുപക്ഷെ ഇപ്പോൾ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടി ആ വാദമുഖങ്ങളുടെ ഭാഗമായി ഈ പരാതിയിലെ പരാമർശങ്ങൾ കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് സാധ്യത. അതായത് ഈ യുവതി ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലമൊക്കെ നേരത്തെ തന്നെ അവർ പരാതിയിൽ പരാമർശിച്ചിരുന്നതാണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുമായി അടുക്കുന്നത് എന്ന കാര്യം യുവതി തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരത്തെ മൊഴി നൽകിയതാണ്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ പരാതിയിൽ ഈ മുൻ ഭർത്താവും കാര്യങ്ങൾ അത്തരത്തിൽ തന്നെ പരാമർശിക്കുന്നത്. അങ്ങനെയെങ്കിൽ തനിക്ക് ഒരു ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ പിന്നെ എന്തിന് രാഹുലുമായി അടുത്തു എന്നതായിരുന്നു, അത് അങ്ങനെ അടുത്തത് എന്തിനായിരുന്നു എന്നതായിരുന്നു പ്രതിഭാഗം പ്രധാനമായി ഉന്നയിച്ച കാര്യം. അതോടൊപ്പം അത് യുവതിയുടെ ഒരു മോറൽ വശങ്ങളെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പരാമർശങ്ങൾ, വലിയ തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്തു. പക്ഷേ അവിടെ കൃത്യമായി പറയുന്നു, അവർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുകൂടി ഭർത്താവ് കൂടി സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ പ്രശ്നങ്ങളിൽ പരിഹാരകൻ എന്ന രൂപേണയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നപരിഹാരകനായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുന്നത്. അങ്ങനെ യുവതിയെ വശീകരിക്കുകയായിരുന്നു. പക്ഷേ ഒരു മധ്യസ്ഥനായിട്ടാണ് ഇടപെടുന്നതെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ തന്നെ വിളിച്ച് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ചർച്ച നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ഒന്നും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നും കൂടി പറഞ്ഞു വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ കോടതിയിൽ പ്രോസിക്യൂഷൻ ഈ അതാണ് കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ ഒരു പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടിയല്ല, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ്. സ്വാഭാവികമായും അങ്ങനെയൊക്കെ ഒരു കുടുംബജീവിതം ആയി മുന്നോട്ട് പോകുന്ന ഒരു പങ്കാളിയുള്ള ഒരു യുവതി ഈ രീതിയിൽ വശീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കോടതിയുടെ മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായും പല ചോദ്യങ്ങളും കോടതി ഉന്നയിക്കാം. ഈ ഒരു പരാതി, അതായത് ഇപ്പോൾ ഈ യുവാവ് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയതിന് പിന്നിൽ എന്താണ് ഡാന് തോന്നുന്നത്? കാരണം ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമായിരിക്കുമോ, അതോ സ്വാഭാവികമായും നമുക്കറിയാം അത്രയധികം അപമാനിക്കപ്പെട്ടതാണ് സൈബറിടത്ത് ആ അതിജീവിതയെ പോലെ തന്നെ ആ യുവാവും. കാരണം അവരുടെ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, വിവാഹ ദിനത്തിലെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു വിഭാഗം കോൺഗ്രസിലെ ഒരു വിഭാഗം സൈബർ സംഘങ്ങൾ അവരെ അധിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ ഒരു വിഷമത്തിലായിരിക്കുമോ ഇപ്പോൾ ഈ പരാതിയുമായി യുവാവ് രംഗത്തെത്താനുള്ള കാരണം? ആ പരാതിയുമായി ഇപ്പോൾ എത്താനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി ഒരു ധാരണയുമില്ല. പക്ഷേ ആ പരാതിയിൽ കൃത്യമായി അതിൻ്റെ അവസാന ഭാഗത്താണ്
അത്തരം കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഇത്രയും സൈബർ ഇടങ്ങളിലടക്കം കുടുംബമായി വലിയ അധിക്ഷേപം നേരിട്ടിട്ടും ആദ്യം മൗനം തുടരുകയായിരുന്നു. പക്ഷേ ഇനിയും മിണ്ടാതെ ഇരുന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അത് ഈ തെറ്റുകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പ്രോത്സാഹനമായി മാറും. അതുണ്ടാകാതിരിക്കാനാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്തെത്തുന്നതെന്നാണ് ഈ യുവാവ് പറയുന്നത്. സ്വാഭാവികമായി അന്വേഷണത്തിന്റെ ഘട്ടങ്ങളിൽ ഇയാളിൽ നിന്ന് മൊഴിയെടുക്കുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്ന പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമോ അതോ പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമോ? ഇതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും പോലീസ് മേധാവിക്ക് പരാതി ലഭിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇത് ക്രമസമാധാന ചുമതലയുടെ ADGPക്ക് കൈമാറാനാണ് സാധ്യത. അതല്ല എങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക്, പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് തുടരന്വേഷണത്തിനായി സമർപ്പിക്കുമായിരിക്കും. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് ആധികാരികമായി അത്രയും വിവരങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും 7-ാം തീയതി ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാദമുഖങ്ങളിൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന പരാതിയിലെ പരാമർശങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.